നമസ്കാരം. ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കും ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിന്നിൻ്റെ മുൻ ഭാര്യയും അഭിഭാഷകയുമായ നിക്കോൾ ഷനഹാനുമായി ബന്ധമുണ്ടായിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. ഒരു സ്വകാര്യ പാർട്ടിയിൽ വെച്ച് മസ്കും ഷനഹാനും മാരക ലഹരിമരുന്നായ കെറ്റമിൻ ഉപയോഗിച്ചതായും ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 8 വ്യത്യസ്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. 2021 ഷനഹാൻ സംഘടിപ്പിച്ച ഒരു ജന്മദിന ആഘോഷത്തിനിടെയാണ് ഇരുവരും കെറ്റമിൻ ഉപയോഗിച്ചതായി പറയുന്നത്. അതേ വർഷം തന്നെ ആർട്ട് ബേസൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് മസ്കിൻ്റെ സഹോദരൻ കിംബാൽ മസ്ക് നടത്തിയ ഒരു സ്വകാര്യ പാർട്ടിയിലും ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തു. ഇവിടെ വെച്ച് ഇരുവരെയും മണിക്കൂറുകൾ കാണാതായതായി പരിപാടിയിൽ പങ്കെടുത്ത 4 പേരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇവരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. താൻ മസ്കുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സെർജി ബ്രിന്നിനോട് ഷനഹാൻ തുറന്ന് പറഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. 2022 തന്നെ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഷനഹാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. കൂടാതെ ആ രാത്രിയിൽ തൻ്റെ മകളുടെ ഓട്ടിസം ചികിത്സയെക്കുറിച്ച് മസ്ക് അവളുമായി ചർച്ച ചെയ്തിരുന്നു എന്നും അല്ലാതെ മറ്റൊന്നുമില്ലെന്നും അവർ പ്രതികരിച്ചു. വഞ്ചനയുടെ പേരിൽ തൻ്റെ പേര് ചർച്ചയാകുന്നതിലെ രോഷവും അവർ പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ കരിയർ അക്കാദമികവും ബൗദ്ധികവുമായ വിശ്വാസ്യതയിൽ അധിഷ്ഠിതമാണ് എന്ന് അവർ അവകാശപ്പെട്ടു. ഒരു വഞ്ചക എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ താൻ അപമാനിക്കപ്പെടുന്നു. ലൈംഗിക പ്രവൃത്തിയുടെ പേരിൽ അറിയപ്പെടുക എന്നത് ഏറ്റവും അപമാനകരമായ കാര്യങ്ങളിൽ ഒന്നാണ്. അത് തീർത്തും ദുർബലപ്പെടുത്തുന്നതായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. അന്നത്തെ പാർട്ടിക്ക് പിന്നാലെ സെർജി ബ്രിന്നും ഷനഹാനും വേർപിരിഞ്ഞു. പൊരുത്തപ്പെടാനാവാത്ത വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും 2022 വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. 18 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷമായിരുന്നു ഇവർ ഔദ്യോഗികമായി ബന്ധം പിരിഞ്ഞത്. അതേസമയം വാട്സാപ്പ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനെതിരെ ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും മേധാവിയായ ഇലോൺ മസ്ക് നേരത്തെ രംഗത്ത് വന്നിരുന്നു. വാട്സാപ്പ് ഓരോ രാത്രിയും ഉപഭോക്താക്കളുടെ ഡാറ്റ കടത്തുകയാണ്. ഈ ഡാറ്റ വിശകലനം ചെയ്യുകയും പരസ്യത്തിനായും ഉൽപ്പന്നത്തിന് ഉപഭോക്താക്കളെ നിർമ്മിച്ചെടുക്കാനും ഉപയോഗിക്കുകയാണെന്നുമുള്ള ഒരു എക്സ് ഉപഭോക്താവിൻ്റെ പോസ്റ്റിന് നൽകിയ മറുപടിയിലാണ് ഇലോൺ മസ്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. വാട്സാപ്പ് സുരക്ഷിതമാണെന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ രാത്രികളിലും വാട്സാപ്പ് നിങ്ങളുടെ ഡാറ്റ കടത്തുകയാണ് എന്നും മസ്ക് പറഞ്ഞു. വിപണിയിൽ മസ്കിൻ്റെ പ്രധാന എതിരാളി കൂടിയായ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് മസ്കിൻ്റെ ആരോപണത്തോട് പരസ്യ പ്രതികരണം നടത്തിയതുമില്ല. അതേസമയം വാട്സപ്പ് ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമറും വീഡിയോ ഗെയിം ഡെവലപ്പറുമായ ജോൺ കാർമാർക്ക് ചോദിച്ചു. മെറ്റ ഡാറ്റയും യൂസേജ് പാറ്റേണും ശേഖരിക്കുന്നുണ്ടാവാം, എന്നാൽ സന്ദേശങ്ങൾ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് തൻ്റെ അഭിപ്രായമെന്നും ജോൺ പറഞ്ഞിരുന്നു. ഇലോൺ മസ്കും മാർക്ക് സക്കർബർഗും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി പോരടിക്കുന്ന 2 കമ്പനി മേധാവിമാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്സാപ്പിനെതിരായ മസ്കിൻ്റെ ആരോപണത്തിന് സക്കർബർഗിൻ്റെ മറുപടി ഇതുവരെ ഉണ്ടായില്ല എന്നതും പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവി ആമസോൺ സ്ഥാപകനും മുൻ സിഇഒയുമായ ജെഫ് ബെസോസ് ഇലോൺ മസ്കിൽ നിന്ന് ഏതാനും നാൾ മുമ്പ് തിരിച്ചു പിടിച്ചിരുന്നു. ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെ മറികടന്നാണ് ബെസോസിൻ്റെ നേട്ടം. ബെസോസിൻ്റെ നിലവിലെ ആസ്തി 200 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അതേസമയം മസ്കിൻ്റെ മൂല്യം $198 ബില്യൺ കുറയുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ടെസ്ല സിഇഒയ്ക്ക് ഏകദേശം $31 ബില്യൺ നഷ്ടമായപ്പോൾ ആമസോൺ സ്ഥാപകൻ $23 ബില്യൺ അധികം നേടി. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് ബില്യണയർ സൂചികയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും യഥാക്രമം 11, 12 സ്ഥാനങ്ങളിലാണ്. ഇലോൺ മസ്കിനെ പിന്തള്ളി ബെസോസ് ലോകത്തെ ഏറ്റവും വലിയ ധനികനായി മാറിയത് സാമ്പത്തിക ഇടങ്ങളിൽ വലിയ ചർച്ചയാണ്. സൂചികയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ് മസ്ക്. ലൂയി വിറ്റൺ, ഡിയോർ, സെലിൻ തുടങ്ങിയ ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് നടത്തുന്ന LVMH സിഇഒ ബെർണാഡ് അർണോൾട്ടിനെ പിന്തള്ളി 2023 മെയ് മാസത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവി ഇലോൺ മസ്ക് സ്വന്തമാക്കിയത്.